അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ബിക്കാസ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 2 ഐറ്റം ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ റോലപ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്കിലേക്ക് വേണ്ടത് 1 ലെമണിൻ്റെ ഹാഫ് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഒരു ജാർ എടുത്തിട്ട് നന്നായി സ്ക്യൂസ് ചെയ്തതിന് ശേഷം കുരുവൊക്കെ ഒഴിവാക്കണം. കുരുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റോലപ്സ് ചേർത്ത് കൊടുക്കാം. ഈ റോലപ്സിൽ നമ്മൾ ചേർക്കുമ്പോൾ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൽ തന്നെ നമുക്ക് മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ളത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് ഈ ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത കസ്കസ് കുതിർത്തിയിട്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ്. ഞാനത് കാണിക്കാൻ വിട്ടുവരാം. കുതിർത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുവരാം. ഇനി നമുക്ക് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഡ്രിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരു ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോലപ്സ് ചേർത്ത് വെക്കാം. മധുരം ഞാൻ പറഞ്ഞു ഈ സിറപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ റോലപ്സിൽ മധുരം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 1/2 ലിറ്ററിൻ്റെ മേലെ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര അളവാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഐസ് ക്രീമും ഇട്ടതിന് ശേഷം നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കത് മിക്സായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് വേണമെങ്കിൽ കുതിർത്തിടാം. അതല്ലെങ്കിൽ ആപ്പിൾ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ അനാറ്, ഇതൊക്കെ എനിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതങ്ങനെ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. റോലപ്സ് കയ്യിലുണ്ടായാൽ മതി. അതുപോലെ റോലപ്സ് വെച്ച് നമുക്ക് പുഡിങ്ങും മറ്റൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി നീ ഇട്ടിട്ടില്ല, ഇൻഷാല്ലാ ഞാൻ പിന്നീടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഡ്രിങ്കിൽ ഏത് ഡ്രിങ്കാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇനി ഇതിനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാമ. താങ്ക് യു ഫോർ വാച്ചിങ്.